ഹേ ഗൈസ്, വലിയ സെറ്റപ്പ് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്നുള്ള വ്ളോഗായിരിക്കും. നമ്മൾ നാട്ടിൽ പോവാണ്, പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോവാണ്. വീട്ടിലെല്ലാം പാക്ക് ചെയ്താണ്. റൂമിൽ നിന്ന് ഇറങ്ങി കാർ എടുക്കുക, സാധനം വെക്കുക, നേരെ എയർപോർട്ടിൽ പോവാം. ഓക്കെ? ചാച്ചനെ മിസ് ചെയ്യുമോ? മിസ് ചെയ്യൂലേ? മിസ് ചെയ്യോ? പറഞ്ഞു പഠിപ്പിച്ച അതേമാതിരി പറയട്ടോ. അപ്പോൾ ഓക്കെ, എയർപോർട്ട് എത്തിയിട്ട് കാണാം. അതിന് ടൈം ആയിട്ടില്ല. ഓക്കെ, എയർപോർട്ട് എത്തിയിട്ട് കാണാം. നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എനിക്കറിയാം ഈ വ്ളോഗ് വലിയ അടിപൊളിയൊന്നും ഉണ്ടാവില്ല, കാരണം പോവാണ്, നാട്ടിൽ പോവാണ്, വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും വിസ കഴിഞ്ഞ് അതുകൊണ്ട് പോവാണ്. എൻ്റെ മോനായിരുന്നു എന്താ അത് ക്യൂ, കിടിലം പോലത്തെ ക്യൂ ആണ്. അവരുടെ യാത്ര പറഞ്ഞ് അധികം ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ എടുക്കാനൊന്നൊരു മൂഡില്ലായിരുന്നു. അതാണ് ദ മെയിൻ തിങ്. നാട്ടിൽ പോവല്ലേ, വലിയ ഉഷാറൊന്നുമില്ല. അപ്പോൾ സമയം 1:05 1:10 ആയിട്ടുണ്ട്. രാവിലെ ഒരു 3:30 ആകുമ്പോൾ ആകെ കിളി വയ്ക്കണമല്ലോ. 3:30 ഫ്ലൈറ്റ്. ഒരു രാവിലെ ഒരു 9:30 ആകുമ്പോൾ നാട്ടിലെത്തും. ഓക്കെ, ഏതായാലും ചെക്കിൻ ചെയ്യട്ടെ. ഒരു ഉഷാറില്ല വീഡിയോ എടുക്കാനാണ്. ചെക്കിൻ ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ചെക്കിൻ കഴിഞ്ഞ് ചെറിയ സീൻ പറ്റി. ഞാൻ ഏകദേശം 1.5 മണിക്കൂർ വരുന്നു പോയപ്പോൾ നമ്മൾ വെയിറ്റ് കുറച്ച് ഓവറായി. ഐ മീൻ ലഗേജിൻ്റെ 30 കിലോ ഉള്ളത് 33 കിലോ ആയി. നമ്മൾ തൽക്കാലം ട്രോളിയിലിട്ട് കണ്ട് സെറ്റപ്പ് ആക്കിയാണ്. വേറെ വെയിറ്റ് ഒഴിവാക്കാൻ പറഞ്ഞ് നമ്മൾ ഹാൻഡ് ബാഗിൽ കുറച്ച് വെയിറ്റ് ആക്കിയിട്ട് പോയി നോക്കുകയാണ്. ഓക്കെ, നമുക്ക് എല്ലാ പോക്കിലും ഇങ്ങനത്തെ ഓരോ കുതിരത്ത് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡൗട്ട് എന്താ അറിയോ, ലഗേജ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പെട്ടിയെല്ലാം തുറന്നു. പക്ഷെ പെട്ടി തിരിച്ച് പൂട്ടിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആ ഒരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ട്. വിലപ്പെട്ട സാധനങ്ങളൊക്കെ അതിലുണ്ട്. അത് തിരിച്ച് പെട്ടി പൂട്ടിയോ, ചാവിൻ്റെ കയ്യിലുണ്ട് പക്ഷെ പൂട്ടിയിട്ടുണ്ടോ, പൂട്ടാതെ ചാവിൻ്റെ കയ്യിലുണ്ടാവില്ല, പൂട്ടിയോ ഇല്ലേ എന്നൊരു ചെറിയൊരു D2 D1 D2 D3 ചെറിയൊരു ഡൗട്ട്. നോക്കട്ടെ, ഇടത്തിന് വരെ ഒരു സൗകര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടുന്ന് മെട്രോ ആണല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ മെട്രോ കയറിയിട്ടാണ് ഇവിടെ പോകുന്നത്, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു മെട്രോ പോയിന്, അടുത്ത മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എപ്പോഴൊന്നും ഇരിക്കാൻ നേരം കിട്ടി. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. നമ്മളെ മെട്രോ വന്നുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. അതായത് എന്താ പറയുക, എൻ്റെ കൂടെയുള്ള മലയാളീസ് എല്ലാം പോയി, ഫുള്ള് ബാക്കിയുള്ള എല്ലാവരും. കാരണം ടൈം കുറേ ആയി. മുന്നിൽ നിൽക്കണവർ കാലിക്കറ്റിൽ തന്നെയാണ്, അതുകൊണ്ട് സീനില്ല അവർ. ദുബായ് എയർപോർട്ട് അന്നും ഇന്നും എന്നും സെറ്റപ്പ് സംഗതി കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ മോനെ, ഇവിടെ ഒരു G-Wagon. എന്താലേ G-Wagon നോക്കി എന്നാലേ എൻ്റെ ഫ്ലൈറ്റ് പോകും. D1 D12 നമ്മളത് D4 ആണ്. ഓക്കെ 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 ഇപ്പോഴാണ് ടെൻഷന്, എൻ്റെ ബാഗ് പൂട്ടിക്കണോ ഇല്ലേ എന്നാണ് എൻ്റെ ബലമായ സംശയം. ഞാനത് 90% പൂട്ടിയാണ്. പൂട്ടാതെ പിന്നെ പോക്കറ്റിൽ ബാഗിൽ ചാവി ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവും. ഓക്കെ 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 താങ്ക് യു. കഴിച്ചിലായി. എൻ്റെ മോനെ, എൻ്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ മറ്റേ ബാഗിൽ 30 പാടുള്ളൂ, മെയിൻ ബാഗിൽ. ഇത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് 3 കിലോന് എൻ്റെ ഇതിലേക്ക് ആക്കിയിരുന്നു. 3 കിലോന് എൻ്റെ ഹാൻഡ് ബാഗൊക്കെ ആക്കിയത്.
അപ്പോൾ ഇവിടെ ഹാൻഡ് ബാഗ് ഫ്ലൈറ്റ് കയറാൻ നേരത്തെ ഹാൻഡ് ബാഗ് തൂക്കും. അത് തൂക്കി അതിൽ പെട്ടാൽ കഴിഞ്ഞ്. ഹാൻഡ് ബാഗ് 7 കിലോനെ പാടുള്ളൂ. ഇന്നതാണെന്നുണ്ടെങ്കിൽ 10 കിലോ ഉണ്ട്. കഴിച്ചില്ലേ, എന്നോട് പൊക്കോന്ന് പറഞ്ഞു. ഓ രക്ഷപ്പെട്ട്. നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയും. നമ്മൾ വൈകുന്നേരം രാവിലെ 9:30 മണിക്ക് നാട്ടിലെത്തും. सामान्य रूप से फासले और नमाज एग्जाम के पिछले भाग में 4 ओवरविंग पर और 2 द्वार आगे की ओर है. ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ. രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കാണാം. ഓക്കെ. കോഴിക്കോട് ലാൻഡ് ആയിട്ടുണ്ട്. നീണ്ട ഉറക്കിയത്. ലഗേജ് എല്ലാം എടുക്കട്ടെ. ഇറങ്ങിയിട്ട് നമ്മളിതാ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബാഗ് എടുക്കണം. ബാഗ് പൂട്ടി വലിയത് ഇപ്പോൾ നോക്കാം. നമുക്ക് പുറത്തിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടാവണം. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഷിപ്പിൽ പെട്ടെന്ന് നോക്കട്ടെ. ബാഗ് ഇവിടെ പൂട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ഉണ്ടാവും. നമ്മളൊരു പെട്ടി വന്നിട്ടുണ്ട്. അയവാ പൂട്ടിക്കണം കഴിച്ചിലായി. അയവാ യെസ്, പൂട്ടിക്കണം. സക്സസ്. ഇനി ഒരു വലിയ പെട്ടി മുടിയുണ്ട്. ഇത് എനിക്ക് പൂട്ടിക്കണമെന്ന് ഭയങ്കര ഡൗട്ട്. പൂട്ടിക്കണം. രക്ഷപ്പെട്ട് കിട്ടി അവസാനം കിട്ടി. അൽഹംദുലില്ലാ കിട്ടി. ഇത്ര നേരമായ പെട്ടി കിട്ടാൻ അതിന് ഈ കണ്ട ആൾക്കാരൊക്കെ അതിന് കാത്തിക്കുക. പിന്നെ നമ്മളെ മറ്റേ സാധനം തുറന്നു നോക്കിയിട്ടാ. 2 പെട്ടിയും ലോക്കഡാണ്. സാധനങ്ങളൊന്നും സീനുമില്ല. കഴിച്ചിലായി. ഇനി എൻ്റെ ഫ്രണ്ട് വിളിക്കണം. അവൻ പുറത്താണ്. അതുകൊണ്ട് ജസ്റ്റ് നമുക്കിവിടെ ഇരിക്കാം. ഓക്കെ. അവൻ വരുന്നവരെ ഇവിടെ നിന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ടൊന്നുമില്ല, ഷിബിൽ. നമ്മളെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ഷിബിൽ മുത്തുമണി. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ 1 മാസത്തെ അടിച്ചുപൊളിക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എത്രങ്ങാനും ആൾക്കാർ നമ്മളെ കൊണ്ടുവരാൻ ആരില്ല കേട്ടോ. നമ്മളെ കൊണ്ടുവരാൻ നമ്മളെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാർ സന്തോഷത്തോടെ നോക്കിക്കുന്നത് അവിടെ. നാട്ടിലൊക്കെ എന്താ ചൂടുണ്ടോ? അതിലെ ബെൻസിലൊന്നുണ്ട്. നമ്മള് ഷിബില് നമ്മളെ കൊണ്ടുപോകാൻ ബെൻസിലിടന്നുണ്ട്. എന്താ ചെയ്യാ, എന്തൊരു ചൂട് ഇവിടെ നാട്ടില്. വണ്ടി AC ആണോ? വണ്ടി AC. അങ്ങട്ട് യാസർ മറ്റോടത്തേക്കായി നിക്ക. ഇതിലേതാ ബാക്കിൽ നമ്മളാണ്ടാളല്ലോ ഉള്ളു. വലുതായി പോവോ? ഷിബിൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഷിബിലെ സ്വന്തം മയിൽ വാഹനമായിട്ട് വന്നാണ് ഇറ്റിയാസ്. ഈ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഷിബിലിനെ സ്പോട്ട് ചെയ്യൊക്കെ. ഇത് കുറച്ച് ഇറക്കിക്കോ. ഓലെ സോറി കേട്ടോ. ഡ്രൈവിങ് അവിടെയാണല്ലേ നാട്ടിലെ. ഞാൻ അവിടെ കയറിയതുകൊണ്ടേ ഡ്രൈവിങ് നമുക്ക് ഞാൻ മാറി കയറില്ല. ഡ്രൈവിങ് ആ സൈഡിലേ, ഡ്രൈവിങ് ഈ സൈഡിലായിരുന്നു ദുബായിലൊക്കെ. ഫൈന് അവിടെ ഫൈനാണ്. അതെ, ദറംസാണ്. നമ്മളെ നാട്ടിൽ 10 റുപ്യാണ് ഓർമ്മ. എൻ്റെ അടുത്ത് മറ്റേ ദറംസാണ് ഫുള്ള് ഉള്ളത്. ഇവിടെ എക്സ്ചേഞ്ച് ഇല്ല. ദറംസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേറെ ഹോട്ടലിൽ എടുത്താ AC തണുപ്പില്ലല്ലോ. പിന്നെ നമ്മളെ വണ്ടികൾ കയറിയിട്ടുള്ളൂ.
അല്ലാ പഠിച്ചോനെ, എന്തൊക്കെ പറഞ്ഞാലും സിബിയെ നമ്മളെ നാട്, നമ്മളെ എല്ലാരും പോയി ഒന്ന് പറയാം. നമ്മളെ പച്ചപ്പ്, നമ്മളെ ഹരിതാപകരം, മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ നിവിൻ പോളി പറഞ്ഞാല് നമ്മളെ നാടിന്റെ അത്ര എത്തൂല അറിയാം. എന്താ ചെയ്യാ, നമ്മളെ നാട് ഇത്ര, ഞാൻ ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് വികസനം ഇല്ലല്ലോ. ഇതൊക്കെ എന്തെങ്ങനെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തൊക്കെ ഉണ്ട് ഇവിടെ, ആകെ ഒരു ഉസറും പൊളില്ലാതെ. ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഷിപ്പില്ലേ. ഇത് നമ്മളെ സ്വന്തം ഏരിയ കേട്ടോ. നമ്മള് കോളേജ് നമ്മൾ പിച്ച വെച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന ഏരിയ ആണ് കൊണ്ടോട്ടി അങ്ങാടി. ഓക്കെ, കൊണ്ടോട്ടി അങ്ങാടിയില്ല, സോറി കേട്ടോ, കൊണ്ടോട്ടി അങ്ങാടിക്ക് എത്തണുള്ളൂ, സോറി. എന്നാ ഷിബി അന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുക? ഞാൻ അമേരിക്ക പോയി ഷിബി ബൈദവേ ഇപ്പോഴത്തെ വേണ്ട എക്സ്ക്ലൂസീവ് വ്ളോഗ് പറയില്ല. ഞാൻ ഗൾഫിൽ പോയി ആകെ സീനാട് പോയി. എന്റെ ലഗേജ് കൂടി, അത് മാറ്റാൻ പറഞ്ഞേ അയക്ക് മാറ്റാൻ പറഞ്ഞേ. പിന്നെ ബിസ്ക്കറ്റ് എല്ലാം നടത്തിക്കണേ. അമ്മോ അതൊന്നും കേട്ടോ, പൊന്നു മക്കളെ അതൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ്. ഒരു മാങ്ങാത്തോലി ഇല്ല, ബിസ്ക്കറ്റ് പാർലേജി ബിസ്ക്കറ്റ് കൂടി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ വാട്സിൻ മൈ ബാഗ് കാണിച്ചു കൊടുക്കും, എന്തായാലും പെട്ടി കൊടുക്കും, നമ്മള് കാണിച്ചു കൊടുക്കും. ഓക്കെ, ബിസ്ക്കറ്റ് പോയിട്ട് എന്താ ഷിബി വണ്ടി കുടിച്ചേ, റോഡൊക്കെ ഫുൾ കുണ്ടുകളാണല്ലോ. ഷിബി സൂക്ഷിക്കട്ടോ, അവിടെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴേ പേടിയോ. ദുബായ് ഷിബി താടിയോ, അല്ലോ അല്ലോ എക്സ്ക്ലൂസീവ്. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടോ, ഷിബില് താടി. മോനെ ഒരു മാസം കൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചു? ഈ നാടിന് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലും പാടില്ല, എന്റെ ശിവിക്ക് താടി. മോനെ എന്റെ ട്രിമ്മറുണ്ട്, കാണാ ഷേപ്പ് ആക്കണ ഓണൊക്കെ നമുക്ക് വാസനോടൊന്നും കേറാം. പഠിച്ചോനെ കട്ട താടിതാ വരുന്നു. ഇതെന്താ ഒരു മാസം വെച്ചല്ല എണ്ണയും തേച്ചാ ആണക്കണ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ താടി കയറാൻ വേണ്ടി ഇതൊന്ന് പുല്ല് ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടാ മനസ്സിലാവും. അപ്പൊ ഏതായാലും നമുക്കേ വീട്ടിലെത്തിയിട്ട് കാണാം. വാപ്പാക്കും ഉമ്മാക്കും വിളിച്ചിട്ട് നേരത്തെ കിട്ടിയില്ല, എയർപോർട്ടിൽ നിന്ന് റേഞ്ച് കട്ടായതുകൊണ്ട്. വീട്ടിലെത്തിയിട്ട് കാണാം. ചിലപ്പോൾ പെട്ടി വിളിക്കണേ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അത് വേറെ വീഡിയോ ആക്കും, ബേസ് മക്കളെ. അപ്പോൾ ഓക്കെ, വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മളെ അവസാനം നമ്മുടെ നാടെത്തി. നമ്മളെ നാട്ടിലെ ബഡ്ജറ്റ്, നമ്മളെ റോഡ് അതിനൊക്കുവോ? ഇതൊരു മിനി ഇതല്ലേ, എന്താ പറയാ, ഒരു മിനി, അതല്ല മിനി ദുബായ് ആണത്. കാരണം ഒരു കണ്ടോ, ഒരു സൈഡിൽ കൂടെ വണ്ടി അച്ചടക്കത്തോട് കൂടി പോകണു, ഒരു സൈഡിൽ കൂടെ വേറെ വണ്ടികള്. നമ്മളെ പാർക്കിംഗ് ഒക്കെ വരിക്ക് നല്ല വൃത്തി കിട്ടണു. നമ്മളെ മലപ്പുറത്തിന്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ ഇത് ഈ ടൗൺ ആയി വരും. ഇപ്പൊ തന്നെ ആണ്, പക്ഷെ ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം ഇവിടെ അത്രയും ഇവിടെ ഉള്ള അടിപൊളിയാണ്. എന്താ പറയുക, പണ്ട് മുതലുള്ളവരൊക്കെ നമ്മൾ കൂടുതൽ തള്ളി മറിക്കുന്നില്ല. സംഗതി വാറങ്കോട് കിടിലാണ്, അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ അത്ര ഇങ്ങക്ക് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും, കംപ്ലീറ്റ് സാധനങ്ങൾ. അപ്പോൾ ഓക്കെ, നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അസ്സലാമലൈക്കും. കമലാസനം പോയി വന്ന് നമ്മളെ പോക്ക് വരവാ ഖത്തറിലുള്ളൂ. സൂപ്പറല്ലേ നമ്മളെ വണ്ടി, നമ്മളെ സ്വന്തം വണ്ടി. ഹായ് ഹായ്, കാണിച്ചിട്ടില്ല, നമ്മളെ സ്വന്തം വണ്ടി. ഹായ്, ഹലോ 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 ഹലോ. നമ്മളെ വീട്, നമ്മളെ സ്വന്തം അമ്മ. മിസ് ചെയ്തോ നാട്ടിക്ക് വന്നപ്പോ തന്നെ ചൂടിന്റെ എഫക്റ്റ്. അതിന്റെ പുറന്ന് കാണിച്ചു കൊടുത്താ ചൂടിന്റെ എഫക്റ്റ് കൊണ്ട് കുറച്ചുള്ളൂ, ചെറുതായിട്ട്. എങ്ങനെ കൈസ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നു? എങ്ങനെ നിങ്ങൾ ഇവിടെ ചൂടത്ത് ജീവിക്കുന്നു? എങ്ങനെ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നു ചൂടത്ത്? അന്നത്തന്നല്ല ചൂട്. പോയത് എവിടെ കൂടിയിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മളെ ഉമ്മാൻ്റെ ചായ, ലോകത്തെ ഏത് കോണിൽ പോയാലും നമുക്ക് ഉമ്മാൻ്റെ ചായയാണ് ഏറ്റവും ബെസ്റ്റ് ചായ. വേറെ അവിടെ നിന്ന് ഞാൻ പുറത്തും ചായ കുടിക്കില്ല. കോഫി കുടിക്കും, പക്ഷേ ചായ ബെസ്റ്റ് ഉമ്മാൻ്റെ തന്നെയാണ് ബെസ്റ്റ്. കുറച്ച് ചളി. പിന്നെ നല്ല നൂൽപുട്ടുണ്ട്, നൂൽപുട്ട്, തേങ്ങാപ്പാൽ, നമ്മൾ കൊടുന്ന പെട്ടിയെല്ലാം അവിടെ ഉണ്ട്. പെട്ടി പൊളിക്കാൻ മാത്രമൊന്നുമില്ല. പെട്ടി പൊളിക്കണ വേറെ വീഡിയോ നമുക്ക് വേറെ സാധനം കണ്ടോ, നമ്മളെ ഓവണ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ഇതുണ്ടാക്കിയതാണ് ഇവിടെ. നമ്മൾ പെട്ടി പൊളിക്കണ വേറെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യാം. ഓക്കെ, ഏതെല്ലാം ഇന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ബൈ ബൈ എന്ന് പറയുമ്പോൾ ഇയാസിന് ഓർമ്മയില്ല. ബൈ. നമ്മൾ പെട്ടി പൊളിക്കാൻ പോവാണ്. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് നമ്മളെ പെട്ടിപൊളി മക്കളെ ഏറ്റെടുത്തു. പെട്ടിപൊളി എന്നുള്ളൊരു കർമ്മമാണല്ലോ ദുബായി വന്നാൽ. നമ്മൾ ഗാലക്സി എന്ത് കിറ്റ്കാറ്റ് വാങ്ങില്ല, ചായപ്പൊടി, ഗ്രീൻ ടീ, ഇതാ നിങ്ങൾക്ക് ഇതാ ഇതാ തലയിൽ തേക്കണ ക്രീം, ലെക്സ്, അയൽവാസി കുട്ടികൾക്കും മറ്റേ കുടുംബക്കാർക്കും കൊടുക്കാനുള്ള മിഠായി. പിന്നെതാ ഉമ്മാക്കുള്ള ഗൾഫേർ കൊണ്ടുവരുന്ന മെയിൻ സാധനം പാൽപ്പൊടി. 2 ഉണ്ടോ? ഞാൻ കണ്ടില്ല. അതാ പാൽപ്പൊടി, ഇതാ പിസ്ത, ബദാം, ടോഫിക്സ്, ചുറ്റിനുള്ള. പിന്നെ ഇതൊരു മിക്സി, വലിയ വെയിറ്റൊന്നുമില്ല. മിക്സി ഉണ്ട്. പാനഡോൾ, മുറിക്കെടുക്കണ സ്പ്രേ. ഒരു മാസം വിസിറ്റിംഗ് ധാരാളം.